ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്യാരറ്റ് അച്ചാർ ഇട്ടാലോ. നല്ല സൂപ്പർ ടേസ്റ്റിൽ എങ്ങനെയാണ് നമ്മുടെ ക്യാരറ്റ് പെട്ടെന്നൊരു അച്ചാർ തയ്യാറാക്കുന്നതെന്ന് കാണാവേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇച്ചിരി ക്യാരറ്റ് അച്ചാർ ഇടാവേ. നമുക്ക് വെള്ളയ്ക്ക് ഇതേ ഞാനൊരു 2 കിലോ ക്യാരറ്റ് ഇതേ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് അച്ചാർ ഇട്ടാലോ. അപ്പോൾ നമുക്ക് ക്യാരറ്റ് അച്ചാർ ഇടാനായിട്ട് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. നമ്മൾ അത്രയും നമുക്ക് ക്യാരറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഏറെ ഒഴിച്ച് കൊടുക്കണം. ഞാനൊരു 100-150 ൻ്റെ ഒരു കുപ്പിക്കകത്തുള്ളത് മുഴുവൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 150 മില്ലിയുടെ ഒരു കുപ്പിക്കകത്തുള്ളത് മൊത്തം ഒഴിച്ചിട്ട് തികയോ നിർത്തും. പിന്നെ ക്യാരറ്റ് ഒന്ന് വാടിക്കഴിയുമ്പോൾ പിന്നെ അത് നല്ലപോലെ ആയിക്കോളും. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമ്മൾ അച്ചാർ പൊടിയൊന്നും അല്ല ഇട്ട് അല്ലല്ലോ ഉണ്ടാക്കാം. നമ്മൾ നല്ല പച്ചമുളകും ക്യാരറ്റും മാത്രമേ ഇടുന്നുള്ളൂ അച്ചാറിന്. നമ്മൾ അച്ചാർ പൊടികളൊന്നും ചേർത്തുണ്ടാക്കുന്ന അച്ചാറല്ല കേട്ടോ. ഇതങ്ങനെ നമ്മുടെ കടുക് കിട്ടി. അപ്പോൾ നമുക്കിനി ഈ നമ്മുടെ ക്യാരറ്റ് അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ക്യാരറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് വേണം നമുക്ക് അച്ചാറിടാൻ. അപ്പോൾ ഇത് നമുക്ക് ക്യാരറ്റ് മൊത്തം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നല്ലപോലെ വഴന്ന് നന്നായിട്ട് വരണം. അപ്പോഴേ നമുക്ക് ആ ക്യാരറ്റിൻ്റെ ആ ചെറിയ മധുരമൊക്കെ ഒന്ന് പോയി നല്ലൊരു ടേസ്റ്റ് വരുള്ളേ. മൊത്തം ഇത് 2 കിലോ ഉണ്ട് ക്യാരറ്റ്. ഇട്ട് വെച്ചാൽ ഇപ്പം വലിയ ഇച്ചിരി റേറ്റ് കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാം. ഇതിപ്പം ഇങ്ങനെ ഇത്രയും ഉണ്ടല്ലോ എന്ന് ഓർത്തൊന്നും പേടിക്കുകയൊന്നും വേണ്ട. ഇത് നല്ലപോലെ അങ്ങ് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് കുറച്ചായി പൊക്കോളും. നല്ലപോലെ അങ്ങ് ദവിഞ്ഞ് നല്ല ഇതായിക്കോളും. എണ്ണ അങ്ങനെ ഒത്തിരി അങ്ങ് കുടിച്ചെന്ന് ഓർക്കുകയും വേണ്ട. ഇത് നല്ലപോലെ വഴന്ന് ശരിയായി വരും. ഇനി നമുക്ക് അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കും. ഉപ്പും കൂടി ഇടുവാണെങ്കിൽ അത് പെട്ടെന്ന്. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അല്ല ഇടുന്നത്. നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് അച്ചാറിടാന്ന് ഓർക്കും. അതുകൊണ്ട് ഇനി ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഇങ്ങനെ ഇളക്കി ഒന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവേ. ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. ഇത് നമ്മുടെ വഴന്ന് വരുമ്പോൾ ഇടാത്ത ഇട്ട് അത്ര ഇല്ല, കുറച്ചുകൂടെ ഇങ്ങനെ അവിഞ്ഞാവുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്കൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരു 1/4 നമ്മുടെ വഴന്നിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ്. അപ്പോൾ നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഞാനൊരു 20 പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പച്ചമുളകുകൾ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ഇത് നമുക്ക് ആദ്യമേ വേണേൽ ഇട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇച്ചിരി ഒതുങ്ങിയിട്ട് ഇടുവാണെങ്കിൽ എല്ലായിടത്തും ആ എരിവൊക്കെ ഒന്ന് പിടിച്ച് ഇതിൻ്റെ ഒപ്പം നല്ലപോലെ അങ്ങ് വഴന്ന് കിട്ടിക്കോളൂല്ലോ. അപ്പോൾ ഒരു പച്ചമുളകും ക്യാരറ്റും കൂടെ ആണെങ്കിലും അച്ചാർ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇങ്ങനെ നല്ലപോലെ ഇളക്കി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്കൊരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാവേ. ഞാനിന്ന് ഒരു ഇതായിട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനകത്താണ് ഇന്നുണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 3 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുവാണേ. പേസ്റ്റ് അച്ചാറുണ്ടാക്കി എങ്ങനെയാണെന്ന് നമുക്കൊന്നറിയാം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുവാണ് പേസ്റ്റ് ചേർത്ത്. 3 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ കൊടുത്തു. വന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്
ഇപ്പോഴാണ് നമ്മുടെ അച്ചാറിൻ്റെ ഒരു സ്മെല്ലൊക്കെ നമുക്ക് വരാൻ തുടങ്ങി. എല്ലാത്തിനകത്തൊക്കെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഫ്ലേവർ വരുള്ളൂ. നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി എന്ന് പറയുമ്പോൾ നമുക്ക് എന്തേരം പുളിയൊക്കെ വേണോ അതനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കണം. ഇവിടെ ക്യാരറ്റിനൊരു ചെറിയ മധുരം ഉള്ളതുകൊണ്ട് നമുക്ക് പുളി ഇച്ചിരി കൂടുതൽ വേണം. ഇത്തിരി ചാറായിട്ടൊന്നും ഉണ്ട് കേട്ടോ നമ്മുടെ ഈ അച്ചാറ്. നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കണം. പുളി ഇച്ചിരി വേണം. ക്യാരറ്റ് നല്ല മധുരമായതുകൊണ്ട് ഇച്ചിരി ഉപ്പും കൂടെ വേണം. അതും ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഇളക്കി നോക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് വേണം പച്ചമാങ്ങയും കൂടി ഇട്ട് വെക്കണം. ഇങ്ങനെ ടേസ്റ്റാണ്. അത് നല്ല അടിപൊളിയാണ്. നല്ല പുളിയുണ്ട്. അതിന് മധുരമൊന്നുമില്ല നമുക്ക്. ഇനി ഞാനൊരു 1 സ്പൂണ് നമ്മുടെ 1 തൊട്ട് 1.5 സ്പൂൺ വരെ വേണമെങ്കിൽ നമുക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ സ്പൂണിൻ്റെ കണക്കനുസരിച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടെ നല്ലപോലെ ഇളക്കി. നമ്മൾ ഇതിനകത്തേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ലല്ലോ വേറെ. ഇനി ഇതിനകത്തേക്ക് ഇച്ചിരി മഞ്ഞൾ പൊടി, സന്ധ്യയായാലും വെട്ടത്തിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഒക്കെ ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് ഉലുവാപ്പൊടിയൊക്കെ ഇടുമ്പോഴാണ് നമ്മുടെ ആ അച്ചാറിന് ടേസ്റ്റ് വരുന്നത്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാകട്ടോ ഒഴിച്ചേക്കാം. നമ്മുടെ വിനാഗിരി ഒഴിച്ചേക്കാം. അപ്പോൾ അങ്ങനെ ഇട്ടു. ഇനി നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു. ക്യാരറ്റിന് മധുരമാണെന്നോർത്താരും തെറ്റിദ്ധരിക്കുമൊന്നും വേണ്ട. നമ്മളൊരു 1.5 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി നമ്മളതിനകത്തേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനിയിപ്പം ഇങ്ങനെ പോരാ. നമുക്കിനിയിപ്പോൾ വെള്ളം വേണം എങ്കിൽ നമുക്ക് വേണം ഇതിനകത്തേക്ക് തിളപ്പിച്ചരച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയിട്ടാണെങ്കിലും നമുക്ക് തിളപ്പിച്ചരച്ച വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇപ്പോൾ ഒത്തിരിയും ദിവസം ഇങ്ങനെ വെക്കുന്ന അച്ചാറല്ലോ ഇതൊക്കെ. പെട്ടെന്ന് കൂടി തീർക്കുന്ന അച്ചാറാണ്. ഇനി നമ്മളതിനകത്തേക്ക് ഇത് വേണ്ടോ നമ്മുടെ കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ കായപ്പൊടി ഇച്ചിരി കൂടുതലിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒന്ന് ഇളക്കി നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തും കായത്തിൻ്റെ ആ മണവും ചുടയൊക്കെ ഒന്ന് പിടിച്ചെങ്കിൽ അത് മതി. ഇല്ലെങ്കിൽ നമുക്ക് ചൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ശകലവും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാതെ അത്രയും കായത്തിൻ്റെ ചുവ നമുക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ കായപ്പൊടിയെല്ലാം ഇട്ടു. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി. നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ കായപ്പൊടിയൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ
ക്യാരറ്റ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റുള്ള കുഴഞ്ഞോ അളിഞ്ഞോ ഒന്നും പോകാത്ത നല്ല ക്യാരറ്റ് അച്ചാർ റെഡിയായി. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി ക്യാരറ്റ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു രീതിക്ക് വലിയ ചിലവൊന്നും ഇല്ലാത്ത രീതിക്കാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.